പാലാഴി മഥന സമയത്ത് പുറത്തു വന്ന കാളകൂട വിഷത്തിന് സകലവും ലോകത്തെ തന്നെ നശിപ്പിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ മൃത്യുഞ്ജനായ ശിവഭഗവാൻ കാളകൂട വിഷം ഏറ്റുവാങ്ങി കഴിക്കാനൊരുങ്ങി. ഈ വിഷം ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകാതിരിക്കാൻ പാർവതീദേവി ശിവഭഗവാന്റെ കഴുത്തിൽ മുറുകെ പിടിച്ചു. അങ്ങനെ വിഷം ശിവഭഗവാന്റെ കണ്ടത്തിൽ ഉറയ്ക്കുകയും ആ ഭാഗം നീല നിറമായി മാറുകയും ചെയ്തു. ഇതുമൂലമാണ് ശിവഭഗവാന് നീലകണ്ഠൻ എന്ന പേരു ലഭിച്ചത്. അന്നത്തെ ദിവസം പാർവതീദേവിയും ദേവഗണങ്ങളും ഉറക്കമൊഴിഞ്ഞ് ശിവഭഗവാനെ ശുശ്രൂഷിക്കുകയും വിഷം തീണ്ടാതിരിക്കാൻ വ്രതമെടുക്കുകയും ചെയ്തു. ഈ ദിവസമാണ് പിന്നീട് ശിവരാത്രിയായി ആചരിക്കുന്നത്. ദേവാദിദേവനും ത്രിമൂർത്തികളിൽ സംഹാരത്തിന്റെ മൂർത്തിയുമായ ശിവഭഗവാന് അതിവിശേഷപ്പെട്ട ഒരു ദിവസമാണ് ശിവരാത്രി. ശിവപ്രീതികരമായ ഏറ്റവും പ്രധാന വ്രതമാണ് മഹാശിവരാത്രി വ്രതം എന്നറിയപ്പെടുന്നത്. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിനമാണ് ശിവരാത്രിയായി ആചരിക്കുന്നത്. ചതുർദശി അർദ്ധരാത്രിയിൽ വരുന്ന ദിവസം ഉറക്കമൊഴിയലും ഉപവാസവും ഈ വ്രതത്തിന്റെ പ്രധാന വിധികളിൽ ഉൾപ്പെട്ടതാണ്. ഈ വ്രതം സകല പാപങ്ങളും നശിക്കുന്നതിനും കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും ഫലം നൽകുമെന്നാണ് വിശ്വാസം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസുമായി വീണ്ടും കാണാം.